അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് എന്നതിന് സംശയമില്ല. പക്ഷെ ഒരു അന്ത്യ ദിവസത്തെ ഭയന്ന് മനുഷ്യൻ ജീവിക്കരുത്. മറ്റു ഭയങ്ങളെല്ലാം മാറ്റി അന്ത്യദിനത്തിന്റെ ഭയത്തിലേക്ക് മാത്രം മനുഷ്യനെ കൊണ്ടുപോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഒരു ദിനം വന്നാൽ അതിനെ കൂളായി ഫേസ് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് മനുഷ്യൻ മാറുന്നത്. ആ ഒരു ദിനം മാത്രമല്ല, എല്ലാ ദിനവും കൂളായി ഫേസ് ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യധർമ്മം. അതാണ് മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്. ചുറ്റും വലിയ പ്രതിസന്ധികൾ തന്നെയാണ് ലോകം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മാറുന്ന ലോകക്രമത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടി വലിയ വലിയ പദ്ധതികളും പ്ലാനും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പോയാൽ പിന്നെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും വീട് വെക്കണ ബുദ്ധിമുട്ടും ഒന്നും ഇല്ല. പിന്നെ പലിശയും ഒഴിവാക്കാനുള്ള പ്രാർത്ഥനയില്ല. ഉം. എന്തിനാ രാവിലെ കൊണ്ടുവന്ന് തരുന്ന? ഉം. ഇനിയെങ്കിലും ഉണരൂ, ഉണരൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയെങ്കിലും ഉണരൂ. ഇനിയും നിങ്ങൾ എന്തുകൊണ്ട് അത് വിട്ടുകളയുന്നില്ല? ഇപ്പോഴും നിങ്ങള് ഈ ഈ അവസാന നിമിഷത്തിലും നിങ്ങൾ ഇങ്ങനെ തുടങ്ങുവാണോ? ഉം. ഇനിയും മടുത്തില്ലേ നിങ്ങക്ക്? അതുമായി യുദ്ധം ചെയ്തത് ജീവിതത്തിന്റെ മുതലുകളുമായി, സമ്പത്തുമായി, കടങ്ങളുമായി, പ്രശ്നങ്ങളുമായി, പ്രതിസന്ധികളുമായി, നിങ്ങളുടെ ശരീരവുമായി ഉള്ള ആ യുദ്ധം എന്തുകൊണ്ട് നിങ്ങൾ നിർത്തുന്നില്ല? അത് പൂർണ്ണമായും സമർപ്പിക്കാനും സറണ്ടർ ചെയ്യാനും എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല? നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന അതിശക്തമായ അറ്റാച്ച്മെന്റ് ആണ് അതിന് കാരണം. കറക്റ്റ്. അതിശക്തമായ അറ്റാച്ച്മെന്റ്. നിങ്ങൾ ഇപ്പോഴും എല്ലാ എല്ലാ മാമൂലുകളുടെയും ഒരിക്കലും ശാശ്വതമല്ലാത്ത ബന്ധങ്ങളുടെയും പുറകെ തന്നെയാണ്. പുറകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പുറകെ എന്നല്ല, അത് അസ്ഥിക്ക് പിടിച്ചിരിക്കുകയാണ്. ഈ സമയം ഏറ്റവും ബെറ്റർ സമയമാണ്. ഇപ്പോ വിടുക നിങ്ങൾ. എല്ലാവർക്കും മുമ്പേ നടക്കുക. കോടാനുകോടി മനുഷ്യന്മാര് ഈ നിമിഷവും അതിന്റെ പുറകെയുള്ള ഓട്ടത്തിലാണ്. ഇനിയിപ്പോ എന്ത് ലോകം അവസാനിക്കാൻ പോവാന്ന് പറഞ്ഞാലും ആ കോടിക്കണക്കിന് മനുഷ്യര് അതൊന്നും വിടില്ല. നിങ്ങൾ വിട്ടുകളയുക. അവര് വിടട്ടെ, എന്നിട്ട് ഞാൻ വിടാമെന്ന് പറഞ്ഞ് നോക്കിയെന്ന് കഴിഞ്ഞാൽ നിങ്ങളും അതിന്റെ ഒരു വശം പിടിച്ചോണ്ട് നിൽക്കുള്ളൂ.
നിങ്ങളുടെ ഉള്ളിലുള്ള മൂന്ന് ശക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടാണത്. ഇപ്പോഴും നിങ്ങളെ മൂന്നായി വിഭജിച്ച് നിർത്തുന്ന മൂന്ന് ശക്തികൾ. ആ ഒന്നായ ശക്തിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളില് മാറാൻ കഴിയണില്ല. അതൊന്നും ചെയ്യാൻ പറ്റൂല. അതായത് നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ ശ്വാസം വരെ കടത്തില, പലിശയില എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല അതിനകത്ത്. ഒന്നും. ജീവിതത്തിലെ ചില കാര്യങ്ങളിൽ, ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ വെറും ഒന്നും ചെയ്യാൻ കഴിയാത്ത, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് എന്ന് മനസ്സിലാക്കണം ആദ്യം. ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് വേണം. അതിന് എളുപ്പ വഴി ചോദിച്ചുകൊണ്ട് നടക്കുമല്ല. നിനക്ക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ആരോ ഒരു അത്ഭുതത്തിലൂടെ ഒരു സെക്കൻഡ് കൊണ്ട് നിനക്കത് മാറും. അങ്ങനെ മാറുന്ന കാര്യങ്ങളുണ്ട്. ആ മാറുന്നതേ മാറൂ. മാറണമെങ്കിൽ ആള് മുന്നോട്ട് വരണം. നിങ്ങളുടെ ഒന്ന് സമർപ്പണത്തിന്റെ ആ സമർപ്പണത്തിന്റെ സറണ്ടറിന്റെ ഒരു അയൽവക്കത്ത് പോലും നിങ്ങൾ വന്നിട്ടില്ല. ഈ സറണ്ടർ ചെയ്താൽ എനിക്കത് കിട്ടും, ഞാൻ അത് മാത്രമാണ് എൻ്റെ പ്രതീക്ഷ എന്ന് വിചാരിച്ചാണ് ഇരിക്കണത്. ഓ, അത് കിട്ടിയാൽ ഞാൻ റിലാക്സ് ആയി, സ്വർഗം കിട്ടി. ഒരു കുന്തം അല്ലാതെ സ്വർഗത്തിന്റെ ഒരു തരി പോലും, അല്ലെങ്കിൽ ആ മോക്ഷത്തിന്റെ മോചനത്തിന്റെ ഒരു തരി പോലുമല്ല ഈ ആശ്വാസം എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലിരുന്ന് രണ്ട് ശക്തികൾ ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തോ പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിലാണ്. എന്ത് പിടിച്ചു നിർത്താൻ നിങ്ങൾ? ഒന്നും അല്ലെങ്കിൽ ഭർത്താവിനെ പിടിച്ചു നിർത്തണം, അല്ലെങ്കിൽ സമ്പത്ത് പിടിച്ചു നിർത്തണം. വിട്ടുകളാ. നിങ്ങൾ എന്ത് പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിലാണ്? ഒന്നും മനുഷ്യന് പിടിച്ചു നിർത്താൻ കഴിയുന്നതല്ല. അവിടെയാണ് മനുഷ്യന്റെ ഉള്ളിലെ ദൈവീകത ഉണരുക. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ച കാര്യം അതാണ്. ദൈവം പോലും പിടിച്ചു നിർത്തുന്നില്ല എന്ന സത്യമാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ദൈവം ഒന്നിനെയും പിടിച്ചു നിർത്തുന്നില്ല. മനുഷ്യന്റെ കയ്യിലെ പ്രവർത്തികൾ കൊണ്ട് മനുഷ്യൻ തന്നെ ഭൂമിയിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സകലതും ദൈവിക നിയന്ത്രണത്തിലാണ്. പക്ഷേ ദൈവം അതിനെ നിയന്ത്രിക്കുന്നില്ല. അതിലെ ഒരു കല, ആർട്ട്, ആർട്ട് ഫോമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ ആർട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫെയ്റ്റിനെ നിങ്ങൾക്ക് മാറ്റാം, നിങ്ങളുടെ വിധിയെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. നിങ്ങളുടെ വിധിയെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അവിടെയാണ് തന്ത്രപരമായി നിങ്ങൾക്ക് തന്നിട്ടുള്ള കഴിവിനെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. എല്ലാവരും കുറുക്കു വഴിക്കാ സഞ്ചരിക്കണത്. സകല ലോകവും കുറുക്കു വഴിക്കാണ് സഞ്ചരിക്കണത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കുറുക്കു വഴിയാണ്. ഇത് കുറുക്കു വഴിയല്ല. ഈ വഴിക്ക് കുറുക്കു വഴി എന്നൊരു വഴിയില്ല. ഈ വഴിക്ക് നേരായ പാത മാത്രമേ ഉള്ളൂ. ബാക്കി സകല വഴികളും കുറുക്കു വഴികളാണ്. നിങ്ങൾ മത പരമായ വഴികൾ എടുത്തു നോക്കി, എന്ന് വെച്ചാൽ ഈ സിസ്റ്റം ഉണ്ടാക്കിയ വഴികൾ നോക്കിക്കോ. ഇല്ലെങ്കിൽ ഈ നിരീശ്വരവാദികളും യുക്തിവാദികളും, മതവാദികളും രണ്ടുപേരും ഉണ്ടാക്കിയിട്ടുള്ള വഴികൾ കുറുക്കു വഴികളാണ്.
നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, എന്തെങ്കിലും ഒരു സാധനം ചെയ്തുകൊണ്ട് ദൈവത്തിലേക്ക് അടുക്കുക. അത് ചെയ്താൽ മാത്രമേ ദൈവം നിന്നെ സംരക്ഷിക്കൂ എന്ന് പറയുക. എന്തോ ചില കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ചിലത് ചെയ്താൽ മാത്രം. ലോകം വലിയ പ്രതിസന്ധിയിലേട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആഗോളക്രമം, ഡോളറിന്റെ ഇടിച്ചിൽ. അതിലേട്ടൊന്നുമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോ ഈ സമയത്ത് നിങ്ങൾ അതിലേട്ടൊന്നുമല്ല ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും സ്ഥൈര്യത്തോടു കൂടി നിലനിൽക്കേണ്ട ഘട്ടമാണിത്. ഇപ്പോ നിങ്ങളുടെ ഈ അളിഞ്ഞ പിളിഞ്ഞ കടത്തിലേട്ടും നിങ്ങളുടെ സമ്പത്തിലേട്ടും നിങ്ങളുടെ ഇതിലേട്ടും ഒന്നും അല്ല ഇപ്പൊ നിങ്ങൾ നോക്കേണ്ടത്. അതൊക്കെ വിട്ടുകളാ. ഇനി വരാൻ പോകുന്നത് കൂടുതൽ രൂക്ഷമായ സമയമാണ്. ശരിയാണ്. പക്ഷെ ലോകം അവസാനിക്കല്ല. നിങ്ങൾ അവസാനിക്കുന്നില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം. ലോകം എന്ത് സംഭവിക്കട്ടെ. ഉള്ളിലുള്ള ശക്തിയെ നിങ്ങൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ഘട്ടത്തിലാണ് പോണതെങ്കിലും വേണ്ട, അതിലേട്ടൊരു സ്റ്റെപ്പെങ്കിലും വച്ചിട്ട് പോവും. അതിലേട്ടൊരു സ്റ്റെപ്പ് വെക്ക്. പിന്നെ അവിടെ നിന്ന് തുടങ്ങാലോ. മനസമാധാനത്തിന്റെ ഒരു മാർഗം. എന്തൊക്കെ നിങ്ങൾ പിടിച്ച് അത് നേടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തും. എത്ര വലുതാണേലും ശരി. സ്വന്തം രക്ഷിതാവിനെ കാണാനുള്ളതാണെങ്കിലും ശരി, അതും നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തും. 24 hours നിങ്ങൾ ആ സ്മരണയിലായിരിക്കുക. അത് മാത്രമാണ് ഇതിന്റെ ഒരു മാർഗം. 24 മണിക്കൂറും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, പ്രവൃത്തികൾ, വാക്കുകൾ, സംസാരം, ആളുകളോടുള്ള ഇടപെടൽ, ചിന്തകൾ, നിങ്ങളുടെ ശരീരത്തിനുള്ളിലുള്ള സ്ത്രീയും പുരുഷനും എപ്പോഴും ഒരു 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 ഐക്യത്തിലായിരിക്കുക. നിങ്ങൾ എത്രയൊക്കെ നിയന്ത്രിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉരുണ്ട് കയറി വരുന്ന ഒരു പുരുഷബോധമുണ്ട്, ഒരു സ്ത്രീബോധമുണ്ട്. അതിനെ കൃത്യമായ ഒരു ആർട്ടോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുക. ഒരു കലയാക്കി മാറ്റുക അത്. നല്ലത് മാത്രം സംസാരിക്കുക, എല്ലാവരോടും സ്നേഹം, എന്ത് കണ്ടാലും സ്നേഹം. കല്ലിനോടും സ്നേഹം, മണ്ണിനോടും സ്നേഹം, മലകളോടും സ്നേഹം, മനുഷ്യരോടും സ്നേഹം. ഇത്രയും നാളും ഒരാളുടെ കുറ്റം പറഞ്ഞിരുന്നെങ്കിൽ ആ കുറ്റം പറച്ചിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഒരാളുടെയും കുറ്റം പറയാതിരിക്കുക, ചിന്തിക്കാതിരിക്കുക, പ്രവർത്തിക്കാതിരിക്കുക. വീണ്ടും ആ ആ ഒരു ഒരു മോശം തലത്തിലേക്ക് പോവാതെ നിങ്ങൾ ഉയർന്നു വന്ന ഒരു സ്റ്റേജ് എന്താണ്? ചില മനുഷ്യരുണ്ട്, ചില സ്ത്രീകളുണ്ട്, ചില പുരുഷന്മാരുണ്ട്. ചില സ്ത്രീകൾ വളരെ ശക്തരായ ഒരു സ്ത്രീയായിരിക്കും. അവർ വളരെ വേഗത്തിൽ തീരുമാനം എടുക്കും. പരാതികളും കാര്യങ്ങളും ഇല്ലാതെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കൈകാര്യം ചെയ്യും. അങ്ങനെ ഇങ്ങനെയൊന്നും കരയില്ല.
ആളുകൾ അവരെ അഭിനന്ദിക്കും. പക്ഷെ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഭയങ്കര പ്രശ്നമായിരിക്കും അവരുടെ ഉള്ളിൽ. അതുപോലെ തന്നെ നേരെ തിരിച്ച് ആണുങ്ങളുടെ ഭാഗത്തും കുടുംബത്തിലും എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിലായിരിക്കും ആള് ചെയ്യുന്നത്. പക്ഷെ പുറത്ത് എവിടെ പോയാലും പ്രശ്നമാണ്. ചിലർക്ക് പുറത്തു പോയാൽ പ്രശ്നം, വീടിനകത്ത് വരുമ്പോൾ നല്ല മനുഷ്യൻ. ചിലർ വീടിനകത്ത് ഭയങ്കര പ്രശ്നം, പുറത്തു പോയി കഴിഞ്ഞാൽ നല്ല മനുഷ്യൻ. എന്താണ് ഇങ്ങനെ? രണ്ടും ഒരേ ആള് തന്നെയാണ് ചെയ്യുന്നത്. ചിലർക്ക് പുറത്തെ ബന്ധങ്ങൾ നിലനിൽക്കുന്നില്ല, ചിലർക്ക് അകത്തെ ബന്ധങ്ങൾ നിലനിൽക്കുന്നില്ല. മക്കള് പ്രശ്നം. എപ്പോഴും ഒരു നിയന്ത്രണത്തിലാണ്. ഓക്കെ. ഈ നിയന്ത്രണത്തിലായിരിക്കുന്ന ആളുകൾ പലപ്പോഴും തനിച്ചാകുമ്പോൾ, ഒറ്റയ്ക്കാകുമ്പോൾ പേരിടാൻ കഴിയാത്തൊരു വേദന ഈ മനുഷ്യർക്ക് അനുഭവപ്പെടുവാണ്. എന്നാൽ നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്ന രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും വേദന ഉണ്ടാവില്ല. ഇത് നിങ്ങളുടെ കൂടെ എപ്പോഴും രണ്ടുപേരുണ്ട്. പക്ഷേ ആ രണ്ടുപേരും നിങ്ങളെ കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നിങ്ങൾ ന്യൂട്രൽ ആയിട്ടുള്ള ശക്തി, പവർ. അല്ലെങ്കിൽ ഒരു ബന്ധം തകരുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ വളരെ ഡീപ്പായി വിഷമിക്കേണ്ട ഒരു അവസ്ഥ വരും. പ്രണയം, സ്നേഹം എന്നത് ഒരു ജോലി പോലെ ഫീൽ ചെയ്യും നിങ്ങൾക്ക്, ഒരു ജോലി പോലെ. അത്തരം ആളുകൾക്കിടയിൽ ഒരേ സമയം രണ്ട് സാന്നിധ്യങ്ങൾ ഉണ്ടാകും. ഒന്ന് സ്ട്രോങ് ആയിരിക്കും, മറ്റൊന്ന് ഊഷ്മളമായിരിക്കും. ഒന്ന് സ്ട്രോങ് ആയിരിക്കും, ഒന്ന് ഊഷ്മളമായിരിക്കും. രണ്ടും പ്രശ്നമാണ് ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. ന്യൂട്രൽ പവറിലൂടെ മാത്രമേ അത് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ അവിടെ കൂട്ടിക്കോ, ഇവിടെ കൂട്ടിക്കോ, മറ്റത് കൂട്ടിക്കോ, എനർജി കൂട്ടിക്കോ, യാങ് എനർജി കൂട്ടിക്കോ എന്നൊന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ കൂട്ടാൻ പറ്റുന്ന സാധനം അല്ലത്. അങ്ങനെ എനർജി കുറഞ്ഞവർ ഈ എനർജി കൂട്ടിക്കോ, യാങ് എനർജി കുറഞ്ഞവർ ഈ എനർജി കൂട്ടിക്കോ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ പറ്റുന്ന സാധനം അല്ലത്. ഈ രണ്ട് സാന്നിധ്യത്തെയും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഒരു സാന്നിധ്യമാണത്. അതിലൊരു സാന്നിധ്യം ഞാൻ സംരക്ഷിക്കുന്നു, ഞാൻ തീരുമാനങ്ങൾ എടുക്കുന്നു, ഞാൻ ഒറ്റയ്ക്ക് ഭരിക്കുന്നു എന്ന് പറയുന്ന പുരുഷ എനർജിയാണ്. അതേസമയം തന്നെ എല്ലാ മനുഷ്യരിലും ഞാൻ ആഴത്തിൽ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു, ഞാൻ പരിപോഷിപ്പിക്കപ്പെടുന്നു, ഞാൻ ഇമോഷനാണ്, കരച്ചിലാണ്, ചിരിയാണ് എന്ന് പറയുന്ന മറ്റൊരു സാന്നിധ്യം കൂടിയുണ്ട്. ഊഷ്മളമായ ബന്ധങ്ങളെ അറ്റാച്ച് ചെയ്യുന്ന. ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് നെഞ്ചിൽ എന്തോ മുറുകി പിടിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നത്. ഈ രണ്ട് സാന്നിധ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വലിക്കുമ്പോഴാണ് നെഞ്ചിന്റെ ഉള്ളിലൊരു മുറുക്കം. അത് നിങ്ങൾ തന്നെയാണ്. ഈ രണ്ടിനെയും കൺട്രോൾ ചെയ്യാനുള്ള പവറാണ് ന്യൂട്രൽ പവർ. ഈ രണ്ടിനെയും ഒരു ആർട്ട് ഫോമിലൂടെ അത് ഒരു സെക്കൻഡിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിലപ്പോൾ 7 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ചിലപ്പോൾ 21 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ചിലർക്ക് 90 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിലപ്പോൾ ഒരൊറ്റ സെക്കൻഡ് ഒരു സ്പാർക്കിൽ ആ കാര്യം മനസ്സിലായാൽ മതി. പക്ഷേ ഇതൊരു നീന്തൽ പഠിക്കുന്നത് പോലെയാണ്. ഈ രണ്ട് എനർജികൾക്കപ്പുറത്തുള്ള ഒരു എനർജിയെ ആരും കാണാത്തതാണ് പ്രശ്നം. അതിനെ അവഗണിക്കുകയാണ് എല്ലാവരും. അവിടെ മാത്രമേ ഇത് ശാന്തമായി പോവുള്ളൂ. ആ ന്യൂട്രൽ പവറാണ് നമ്മൾ ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. സപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എവിടെന്നെങ്കിലും മോഷ്ടിച്ചു കൊണ്ട് തന്നെ നല്ലത്. അങ്ങനെ ആയാൽ ഒരാൾക്ക് അത് കൊടുക്കാൻ കഴിയും. അത് നിങ്ങൾക്കും കഴിയും. നിങ്ങള് തീരുമാനമെടുത്ത് ഒരു കാര്യം നടപ്പിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ അഭിനയിക്കുകയാണോ? ഇതൊരു നാടകമാണ് ജീവിതം. അവിടെ നിങ്ങൾ എങ്ങനെയാണ് അഭിനയിക്കുന്നത്? സത്യസന്ധമായിട്ടാണോ ആത്മാർത്ഥമായിട്ടാണോ എന്നുള്ളതാണ് സത്യം. അത് മാത്രമാണ് സത്യം. അത് മാത്രമാണ് സത്യം. ഈ ഭൂമിയിൽ വന്നതിന് ശേഷം നിങ്ങൾ ഓരോ റോൾ പ്ലേയിലാണുള്ളത്, അല്ലേ? അമ്മയായി, അച്ഛനായി, മക്കളായി, മകനായി, ജോലിക്കാരനായി, ബിസിനസ്സുകാരനായി, എവരി വൺ, എല്ലാവരും ഓരോ റോൾ പ്ലേയിലാണുള്ളത്. ഗുരുവായി, ശിഷ്യനായി, അല്ലേ? എല്ലാവരും ഒരു റോൾ പ്ലേയിലാണുള്ളത്. ആ റോൾ പ്ലേയിൽ നിങ്ങൾ അഭിനയിക്കുകയാണെങ്കിൽ ആ അഭിനയം ആത്മാർത്ഥമാണോ? ഒന്നും ഇമ്പോർട്ടന്റ് അല്ല. അവിടെ അതാണ് ഉത്തരം. സൂം ടൈം ഓപ്പൺ ആവുന്നത് മുതൽ നിങ്ങളൊരു എനർജി ഫീൽഡിലാണ്. പക്ഷേ ഈ പ്രോസസ് ആണോ, ക്ലാസ് ആണോ, ഒന്നും ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങളുടെ റോൾ പ്ലേ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഇമ്പോർട്ടൻസ്. സർവം മായ സിനിമ കണ്ടില്ലേ? അയാൾ ചെയ്യുന്ന കർമ്മം എത്ര ആത്മാർത്ഥമായി ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. പൂർണ്ണമായും നിന്നു കൊടുക്കുക, ഒന്നും നമ്മുടെ കയ്യിലില്ല എന്ന് മനസ്സിലാക്കുക. കറക്റ്റാണ്. അഭിനയിക്കുന്നത് ആത്മാർത്ഥമായി അഭിനയിക്കുക. ആത്മാർത്ഥമായി. അല്ലാതെ മറ്റുള്ളവനെ ചീത്ത വിളിക്കാനും അവന്റെ കുറ്റം കണ്ടെത്താനും അവന്റെ കുശുമ്പ് കണ്ടെത്താനും വേണ്ടിയിട്ടല്ല. മറ്റുള്ളവൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് അത് ചെയ്ത് ഉണ്ടാക്കാനല്ല. അവിടെ നിങ്ങൾ സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കണം. ഫ്രീഡത്തെ സ്നേഹിക്കണം. നിങ്ങൾ ഇപ്പോഴും ജയിലിനെ സ്നേഹിക്കുകയാണ്. ജയിലിനെ സ്നേഹിക്കുകയാണ്. സ്വാതന്ത്ര്യത്തെ ഇപ്പോഴും സ്നേഹിക്കുന്നില്ല. വൺ ബൈ വൺ കണ്ടീഷൻ വെക്കുകയാണ്. എല്ലാം അവിടുത്തെ കൃപ പോലെ നടക്കട്ടെ. കണ്ടീഷൻ. അതിരുകൾ പാലിക്കണം. പക്ഷേ ജയിലിലാണ് എന്ന് തിരിച്ചറിയണം. എല്ലാ കണ്ടീഷൻസും ജയിലാണ്. ആ ഓരോ കണ്ടീഷൻസുമാണ് നിങ്ങളെ തുടർച്ചയായി ഈ നരകത്തീയിലേട്ട്, ഈ കഷ്ടപ്പാടുകളിലേട്ട്, ഹ്യൂമൻ സഫറിങ്സുകളിലേട്ട് തള്ളിയിടുന്നത്.
അത് അതോർത്തിട്ടാണ് നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം. നിങ്ങളുടെ രക്ഷിതാവിനെ ഓർത്തിട്ടല്ല, നിങ്ങളുടെ ഈശ്വരനെ ഓർത്തിട്ടല്ല, നിങ്ങളുടെ ദൈവത്തെ ഓർത്തിട്ടല്ല, നിങ്ങളുടെ അള്ളാഹുവിനെ ഓർത്തിട്ടല്ല, ആ കണ്ടീഷൻസിനെ ഓർത്തിട്ടാണ്. നിങ്ങളുടെ ശരീരത്തിന് വച്ചിരിക്കുന്ന കണ്ടീഷൻസിനെ നിങ്ങൾ ഒരിക്കലും രക്ഷിതാവിനെ ഓർക്കുന്നില്ല. ഇപ്പോഴാണ് നിങ്ങൾ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിച്ചത് പോലും. അതുവരെ നിങ്ങൾ അന്വേഷണത്തിലായിരുന്നു, പല വഴിക്കുള്ള അന്വേഷണത്തില്. ഇപ്പോഴാണ് നിങ്ങൾ റൂട്ടിൽ കയറിയത്. ഇത് വേറൊരാളും പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ ആ ആ ഒരു ഒരു തരി വെളിച്ചം തരാനാണ് ഒരാളുടെ ആവശ്യമുള്ളൂ. ഒരു തരി വെളിച്ചം, ഡേവേ ഈ പോണ വഴിയൊക്കെ തെറ്റാണ്, ചേഞ്ച് ചെയ്ത് വിട് എന്ന് പറയാൻ വേണ്ടി മാത്രം. ബാക്കി മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ ഖണ്ഡനാളിക്കരികിലാണ്, നിങ്ങളാണ്. ലോകം മുഴുവനുമല്ല, ലോകത്ത് എവിടെയെങ്കിലും അല്ല, ഏതെങ്കിലും ഒരു കോണിലല്ല, ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല, ഏതെങ്കിലും ഒരു കെട്ടിടത്തിനുള്ളിലല്ല. ഇവിടെ നിങ്ങൾ ശക്തി തെളിയിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ ബലം പ്രയോഗിച്ച് കടം വീട്ടി പലിശയിൽ നിന്നും മോചിതനായി ശ്വാസം കടത്തിന്ന് വിടിയിക്കേണ്ട ആ കുന്തത്തിന്റെ ആവശ്യമില്ല. ശക്തി തെളിയിക്കേണ്ട നിങ്ങള്. നിങ്ങൾ ശക്തി തെളിയിക്കാൻ നടക്കുവാണ്, കടം വീട്ടി ശക്തി തെളിയിക്കാൻ, അല്ലെങ്കിൽ വീട് വെച്ച് ശക്തി തെളിയിക്കാൻ, കാർ വാങ്ങി ശക്തി തെളിയിക്കാൻ. ഒരടിയന്തരവും നിങ്ങൾക്കില്ല. മനസ്സിലാവണല്ലേ? അടിയന്തരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാന്നുള്ള അല്ലേ, അടിയന്തരാവസ്ഥ, പെട്ടെന്നുണ്ടാകുന്ന അവസ്ഥ. ഒരടിയന്തരം നിങ്ങൾക്കില്ല. നിങ്ങൾ മനസ്സിലാക്ക്, മനസ്സിലാക്ക് നിങ്ങള്. നിങ്ങൾ ഒരിക്കലും സ്വയം നഷ്ടപ്പെടുകയില്ല, നിങ്ങളുടെ അഹങ്കാരമല്ലാതെ. അഹങ്കാരം മാത്രം മരിച്ചു പോണുള്ളൂ, നിങ്ങൾ ഒരിക്കലും മരിക്കില്ല. നിങ്ങളുടെ കർമ്മബന്ധങ്ങളും കർമ്മഭാരങ്ങളുമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അഹങ്കാരം നഷ്ടപ്പെടുന്നതിലൂടെ. അഹങ്കാരം രൂപം കൊള്ളുന്നത് കർമ്മബന്ധങ്ങളിലൂടെയും കർമ്മഭാരങ്ങളിലൂടെയുമാണ്. ഒരാൾ ഇങ്ങോട്ട് ചെയ്ത കർമ്മത്തിലൂടെയും നമ്മൾ അങ്ങോട്ട് ചെയ്ത കർമ്മത്തിലൂടെയുമാണ് അഹങ്കാരം നിലനിൽക്കുന്നത്. നഷ്ടപ്പെടുമ്പോൾ അത് മാത്രമാണ് നഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ കർമ്മബന്ധങ്ങളും കർമ്മഭാരങ്ങളുമാണ് നഷ്ടപ്പെടുന്നത്. അഹങ്കാരം പോകുമ്പോൾ നീ നഷ്ടപ്പെടുന്നില്ല, സ്വയം നഷ്ടപ്പെടുന്നില്ല. ഒരു സംഘർഷത്തിലും നിങ്ങൾ ആധിപത്യം സ്ഥാപിക്കേണ്ടതുമില്ല, തകരേണ്ടതുമില്ല. രണ്ടും വേണ്ട. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സംഘർഷത്തിലും നിങ്ങൾ ആധിപത്യം സ്ഥാപിക്കേണ്ടതില്ല. നിങ്ങൾ തകരില്ല. ഒരു ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. ഒരു ശക്തിക്കും, ഒരു കൂടോത്രത്തിനോ ഒരു മന്ത്രവാദത്തിനോ ഒരു 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 ചാത്തൻ സേവയ്ക്കോ ഒരു അറബി കൂടോത്രത്തിനോ ഒരു ഇന്ത്യൻ കൂടോത്രത്തിനോ ഒരു ഈജിപ്ഷ്യൻ കൂടോത്രത്തിനോ ഒരു മലായ് കൂടോത്രത്തിനോ ഒരു ഇന്തോനേഷ്യൻ ഒന്നിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. നിങ്ങളുടെ അഹങ്കാരം, നിങ്ങളുടെ കർമ്മബന്ധങ്ങളും നിങ്ങളുടെ കർമ്മബന്ധനങ്ങളുമാണ് നിങ്ങളെ തകർക്കാൻ പാകത്തിനുള്ള തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് മതിയായവനാണ്, നിങ്ങളുടെ ഈശ്വരൻ നിങ്ങൾക്ക് മതിയായവനാണ്. ആ പരബ്രഹ്മം എന്ന ശക്തി, അല്ലെങ്കിൽ അള്ളാഹു എന്ന് നിങ്ങൾ വിളിക്കുന്ന ശക്തി, അല്ലെങ്കിൽ കർത്താവ് എന്ന് നിങ്ങൾ വിളിക്കുന്ന ആ ശക്തി മതിയായതാണ്. എന്തുകൊണ്ട് അത് മതിയാവതായി വരുന്നു, മതിയാവാതെ വരുന്നു? അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ അറ്റാച്ച്മെന്റുകൾ, നിങ്ങളുടെ അഹങ്കാരം, സ്വയം നഷ്ടപ്പെടുമെന്ന ഭയം, മരിച്ചു പോകുമെന്ന ഭീതി,
അത് വച്ചാണ് എല്ലാരും മുതലെടുക്കുന്നത്. മരിച്ചുപോയ പോട്ടറവേ, അല്ല ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ലോകം അവസാനിക്കുകയാണെങ്കിൽ അവസാനിക്കട്ടെ. നിങ്ങൾ ഏത് പാതയിലാണ്? നിങ്ങളൊരു ആവശ്യക്കാരനല്ല ഇവിടെ. നിങ്ങളൊരു ആവശ്യക്കാരനല്ല, നിങ്ങൾ പൂർണ്ണനാണ്. നിങ്ങൾക്ക് ഒരാവശ്യമില്ല ഇവിടെ. നിങ്ങൾ സ്ഥിരമാണ്. സ്ഥിരതയോ, നിങ്ങൾക്ക് ഒരു സാധനത്തിന്റെ ആവശ്യമില്ല, ശരീരത്തിന്റെ പോലും ആവശ്യമില്ല. പിന്നെയല്ലേ ഈ ശരീരത്തിന്റെ പോലും ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാകും. ഇതൊന്നും അനുഭവിക്കാൻ ഈ ശരീരത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ കുറെ കാലമായി നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾക്ക് ഇപ്പൊ ഒരു സ്ഥിരത ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒരു സ്ഥിരത. ഞാൻ എവിടെയും പോകുന്നില്ല. ഞാൻ പോകുന്നുണ്ടെങ്കിൽ അതൊരു സോഴ്സിലേക്കാണ്. ഒരു സോഴ്സിലേക്കാണ്, ഒറിജിൻ. ഞാൻ പോകുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേ പോകുന്നുള്ളൂ. അങ്ങോട്ട് പോയാൽ പിന്നെ എനിക്ക് ഭയമില്ല. ഇതൊന്നും നമ്മളെ ഈ ഭൂമിയിൽ പൂർണ്ണമാക്കിയിട്ടുണ്ടാകണതല്ല. പൂർത്തിയാക്കിയിട്ട് ഒരുത്തിനും ഉണ്ടാക്കാൻ പറ്റൂല. സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതാണ് പൂർണ്ണത. അതാണ് പൂർണ്ണത. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, റാബിറ്റിനെ പോലും നായയെ പോലെയൊക്കെ ആളുകൾ മരിച്ചു പോണ അവസ്ഥ ഇന്നലത്തെ ക്ലാസ്സിലുണ്ട് അല്ലേ? ഒരു ബന്ധങ്ങളും നിങ്ങളെ പൂർത്തിയാക്കൂല. ഒരു ബന്ധങ്ങളും നിങ്ങൾക്ക് ഒരിക്കലും പൂർത്തിയാക്കാൻ പറ്റില്ല. ഒരു ബന്ധവും, ഒരു ശരീരവും നിങ്ങളെ പൂർത്തിയാക്കാൻ പറ്റൂല. ഒരിക്കലും മരണം വരെ നിങ്ങളുടെ ശരീരം പൂർണ്ണമായതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഇച്ചിരി കളറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇച്ചിരി പൗഡർ ഇട്ടായിരുന്നു, ഇച്ചിരി ലിപ്സ്റ്റിക്ക് കേൾക്കാമായിരുന്നു, ഇച്ചിരിയുടെ കളർ ഉണ്ടായി, ഇച്ചിരി ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, മീശ ഇങ്ങനെയല്ലായിരുന്നെങ്കിൽ, ചെവി ഇങ്ങനെയല്ലായിരുന്നെങ്കിൽ, കണ്ണിങ്ങനെ, ഒരിക്കലും പൂർണ്ണതയില്ലെന്ന്. എന്നിട്ട് പറയും, ആ ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ലവ് യു എന്ന് കണ്ണാടിയിൽ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുന്തം ഉണ്ടാവൂടോ. കുന്തം. ചുമ്മാ പറ്റിപ്പ്. ചുമ്മാ പറ്റിക്കണേന്ന്. ലോകത്ത് അങ്ങനെ പൂർണ്ണത നേടി ഒരു സാധനം പൂർണ്ണത നേടി കണ്ടുപിടിച്ചു പോകാൻ പറ്റൂല. യൂട്യൂബ് ലൈവാ, അതിന്റെ ഇടയിൽ കയറി വന്നിട്ട് അക്കുവേ. ഉം. ഒരിക്കലും പൂർത്തിയാക്കാൻ പറ്റില്ല. നിങ്ങളുടെ സാമ്പത്തിക മോഹം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ, കൊട്ടാരം എന്ന സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. ഒന്നും പൂർത്തിയാക്കാൻ പറ്റില്ല. അതല്ല, അതൊക്കെ നാച്ചുറലായി സംഭവിക്കുന്നതാണ്. അതെല്ലാം നടക്കണം. എന്നൊക്കെ പറഞ്ഞതെന്നാ ചോദിക്കണേ, ഒന്നും മനസ്സിലാവണില്ല. ഒന്നും പൂർത്തിയാക്കാൻ പറ്റില്ല. ഒന്നും പൂർത്തിയാക്കി ഒരാൾക്കും പോകാൻ പറ്റില്ല. മറിച്ച് പൂർണ്ണത എന്ന് പറയുന്നത് സത്യം തിരിച്ചറിയുന്നത് മാത്രമാണ്. ഐ ആം ബ്യൂട്ടിഫുൾ എന്ന് ഞാൻ എങ്ങനെ പറയും? ഐ ആം ബ്യൂട്ടിഫുൾ ആണ്. ഐ ആം ബ്യൂട്ടിഫുൾ എവിടെയാണ്? ആ സത്യമാണ് ബ്യൂട്ടിഫുൾ. നീ സത്യമാണ്. അല്ലാതെ കണ്ണാടിയിൽ നോക്കി ശരീരത്തോട് പറയുന്നതല്ല ബ്യൂട്ടിഫുൾ. നീ സത്യമാണ്. പ്രപഞ്ച സത്യമാണ് നീ. പ്രപഞ്ച സത്യം, ഒരിക്കലും അവസാനിക്കാത്ത സത്വം. അതൊരിക്കലും തീരുന്നില്ല എന്ന സത്യം, അതാണ് ബ്യൂട്ടിഫുൾ. അല്ലാതെ കണ്ണാടിയിൽ നോക്കിയും വീട് നോക്കിയും കാറ് നോക്കിയും പറയുന്ന ബ്യൂട്ടിഫുൾ അല്ല. പക്ഷെ ഇന്ന്
നിങ്ങൾ നോക്കിക്കോ, ലോകം മുഴുവൻ നിങ്ങളുടെ മൊബൈൽ വരെ അതിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയതാ. എങ്ങനെ ഉപഭോഗം കൂട്ടാം, കിട്ടുന്ന പൈസ മുഴുവൻ എങ്ങനെ സത്യത്തിൽ നിന്നും വേർതിരിച്ച് ഈ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശാന്തമായ നിരീക്ഷകനായി മാറുന്നത്. ഒരു നിരീക്ഷകന് മാത്രമേ സത്യത്തെ കണ്ടെത്താൻ പറ്റുള്ളൂ. അവിടെ മാത്രമേ സാന്നിധ്യം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞിട്ടില്ല, വിയോഗം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് യോഗം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്നത്. മനുഷ്യൻ വിയോഗമുള്ളത് കൊണ്ട് യോഗം ഉണ്ടാക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ്. അതാണ് സകല മെഡിറ്റേഷനും ധ്യാനവും യോഗയും എല്ലാം നടക്കുന്നത് അവിടെയാണ്. നിർവാണയും മോക്ഷവും സ്വർഗവും നേടാൻ വേണ്ടി മനുഷ്യൻ പരസ്പരം മത്സരിച്ച് പായുന്നത് അവിടെയാണ്. എവിടെയൊക്കെ പാഞ്ഞാലും അത് കണ്ടുപിടിക്കാൻ പറ്റൂല. കാരണം കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ് മനുഷ്യൻ. കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അതുള്ളതാണ്. കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഉള്ളതാണ്. ഒരു ഒറ്റൊരു സെഷനിൽ ഇത് എങ്ങനെ നിരീക്ഷകനാവും അല്ലെങ്കിൽ എങ്ങനെ സറണ്ടർ ചെയ്യാന്ന് പറഞ്ഞു തരാൻ പറ്റൂല. 200-ലധികം വീഡിയോസ് ഉണ്ട്. നിങ്ങളൊരു 10 15 കണ്ടു നോക്ക് യൂട്യൂബില്. ഒരു 10 15 കണ്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വാ, നിങ്ങൾക്ക് ഇതിന്റെ എഫക്റ്റ് മനസ്സിലാവും. ഇത് സിമ്പിൾ ടെക്നോളജിയാണ്, വെരി സിമ്പിൾ. ഹ്യൂമൻ ടെക്നോളജി എന്നത് ഏറ്റവും സിമ്പിൾ ടെക്നോളജിയാണ്. നിങ്ങളൊരു ലസാഗു ഉസാഗു അല്ലെങ്കിൽ പൈതഗോറസ് തിയറം ഒന്നും പഠിക്കേണ്ടതിന്റെ 1000-ലൊരു അംശം നിങ്ങൾ പണിപ്പെടണ്ട. 1856-നെ 14 കൊണ്ട് എങ്ങനെ ഹരിക്കാം എന്ന് നോക്കണേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഹ്യൂമൻ ടെക്നോളജി മനസ്സിലാക്കാം. ഇതെന്താണ് എന്ന് മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ അതിന് വലിയ പണ്ഡിതനാവേണ്ട ആവശ്യമില്ല, വലിയ മാത്തമാറ്റിക്സ് പഠിക്കേണ്ട ആവശ്യമില്ല, ഫിസിക്സ് പഠിക്കേണ്ട ആവശ്യമില്ല, കെമിസ്ട്രി പഠിക്കേണ്ട ആവശ്യമില്ല. എന്തിന്? നിങ്ങളൊരു പുരോഹിതനാവേണ്ട ആവശ്യമില്ല. ഞാനൊരു പണ്ഡിതനല്ല, പക്ഷെ ഞാൻ ഈ അന്വേഷിച്ച് നടന്നതിന്റെ ഭാഗമായി പലതും പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാ മതങ്ങളെ കുറിച്ചുമുള്ള പഠനത്തിന്റെ ഭാഗമായി, കാരണം അന്വേഷണമാണല്ലോ നമ്മുടെ ജീവിതം. പ്രത്യേകിച്ചും ഒരു ഭാരതീയ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിൽ ഈ ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷകൻ എന്നാണ് അർത്ഥം. ഹിന്ദു ഒരു മതമല്ല, ഒരു സംസ്കാരമാണ്. സംസ്കാരം എന്നത് അന്വേഷണമാണ്. മൊത്തം എല്ലായിടത്തും കടകാലിയാക്കൽ വിൽപ്പനയാണ്. ഇതെല്ലാം കടകാലിയാക്കൽ വിൽപ്പനയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന മോട്ടിവേഷനും ഈ പറയുന്ന സംഭവങ്ങളും ഈ പറയുന്ന മറ്റുള്ള സംഭവങ്ങളെല്ലാം കടകാലിയാക്കൽ പരിപാടിയാണ്. വേഗം മേടിച്ചോ, വില കുറച്ചതാ വിട്ടിരുന്നു. ഇത് നിങ്ങൾ കടകാലിയാക്കലിൽ പോയി വാങ്ങേണ്ടതല്ല. ഇത് വലിയ പ്രഷ്യസ് ആണ്. ഇത് ഒരു വലിയ നിധിയാണ്. സത്യാന്വേഷണത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സത്യം എന്ന് പറയുന്നത് ഒരു നിധിയാണ്. അത് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. നിങ്ങൾ നിരന്തരമായി നിരന്തരമായി പരിശ്രമിച്ച് മുന്നോട്ട് വന്ന് 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 നിങ്ങൾ സ്വന്തമാക്കുന്നതാണത്. പൈസ കൊടുത്ത് വാങ്ങേണ്ടതല്ല അത്. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ സത്യം, ഒരു സത്യം, ഉള്ളിലുള്ള രണ്ട് ശക്തികൾ, ഒരാൾ വ്യക്തതയും ഒരാൾ ഊഷ്മളതയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ഭരിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഭരിക്കുന്നില്ല, അടിച്ചമർത്തപ്പെടുന്നില്ല. നിങ്ങൾ ഇത് ചെയ്യുമ്പോഴാണ് പ്രശ്നം. അവിടെ ഹൃദയത്തിൽ നിങ്ങളൊരു ഐക്യം രൂപപ്പെടണം. ഹൃദയത്തിൽ ഐക്യപ്പെടണം. നിങ്ങൾ ആന്തരികമായ ഐക്യം ഉണ്ടാവണം. മനസ്സും ശരീരവും ആത്മാവും തമ്മിലുള്ള ആന്തരിക ഐക്യം രൂപപ്പെടണം. അതിന് നിങ്ങളുടെ മനസ്സിന്റെ രണ്ട് ഭാഗങ്ങളുണ്ട്, പുരുഷഭാഗവും സ്ത്രീഭാവവും. ഈ രണ്ടും ഐക്യപ്പെടുകയാണ് വേണ്ടത്, അല്ലാതെ ഒരെണ്ണൊന്നിനെ ശക്തിപ്പെടുത്തുകയല്ല വേണ്ടത്. എവിടെയാണോ കുറവുള്ളത് അവിടെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ വെച്ച് കൊടുക്കുകയല്ല വേണ്ടത്. അങ്ങനെ ലോകം പഠിപ്പിക്കുന്നത്.
നിനക്ക് ഇന്നത് കുറവാണ്, നിനക്ക് ഡിസിഷൻ എടുക്കാനുള്ള തീരുമാനമില്ല, അതുകൊണ്ട് നീ ഒരു പണിയെ ഡിസിഷൻ എടുക്കാനുള്ള പവർ നീ ഇഞ്ചക്ട് ചെയ്യും. അങ്ങനെയല്ല ഇത്. അങ്ങനെയല്ല. ആന്തരികമായ ഐക്യം, മൂന്നിൽ നിന്ന് ഒന്നിലേക്ക് നിങ്ങൾ മാറുക. മൂന്നാണ്, എല്ലായിടത്തും മൂന്നാണ്. ലോകം മുഴുവൻ മൂന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓപ്പൺ അല്ലാന്നുള്ളൂ. ഓപ്പൺ അല്ലാന്നുള്ളൂ. ലോകം മുഴുവൻ മൂന്നിലാ. എല്ലാ ഐക്യം ഒന്നെന്ന് പറയണവരൊക്കെ ഫോളോ ചെയ്യുന്നത് മൂന്നിനെയാണ്. ഇനി ആ മൂന്നെന്താണെന്ന് അറിയണമെങ്കിൽ നീ ഉള്ളിലേട്ട് നോക്കിയാൽ മതി. പുറത്തേട്ടൊന്നും നോക്കണ്ട. പുറത്ത് നടക്കണ മൂന്നൊക്കെ അങ്ങനെ നടക്കട്ടെ. ഇതൊന്നാണ് എന്ന് വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം പറഞ്ഞിട്ട് വീണ്ടും മൂന്നാക്കി വിഭജിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ലോകമാണെന്ന്, ലോകം മുഴുവൻ, ഒരു രാജ്യത്തല്ല, എല്ലാ ലോകത്തും. ആ ഒന്ന് നീയാണ്. നിന്റെ ഉള്ളിലാണ് ആ കണക്ഷൻ. പ്രകാശം നീയാണ്. വെളിച്ചം നീയാണ്. സൂര്യനാണോ പ്രകാശം? അല്ല. സൂര്യകിരണങ്ങൾ ആണ് പ്രകാശം. കിരണങ്ങളാണ് നിങ്ങൾ. സൂര്യൻ ആ ഭയങ്കര മോസ്റ്റ് പവറാണ്, സുപ്രീം പവർ. സൂര്യൻ സുപ്രീം പവർ എന്ന് പറയുമ്പോൾ സൂര്യൻ ദൈവാന്ന് വിചാരിക്കരുത്. ഞാനൊരു സിംബോളിക്കായി പറഞ്ഞതാണ്. അത് മനസ്സിലാക്കാൻ പറ്റണം. ആ സുപ്രീം, നിങ്ങളുടെ രക്ഷിതാവ് ആരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയണത്. സൂര്യൻ എന്നത് സുപ്രീം പവർ. പ്രകാശ കിരണങ്ങൾ എന്താണ്? നീയാണ് പ്രകാശകിരണം. സുപ്രീം പവർ ദൈവമാണെങ്കിൽ ആരെ ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത് ആരാണ്? നീയാണ് പ്രതിഫലിപ്പിക്കുന്നത്. പിശാചിനെയും പ്രതിഫലിപ്പിക്കുന്നത് നീയാണ്. ഈശ്വരനെയും പ്രതിഫലിപ്പിക്കുന്നത് നീയാണ്. നീ എന്തിനെ പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് നിന്റെ ന്യായം. ഉള്ളിലുള്ള ഈ പുരുഷത്വവും സ്ത്രീത്വവും രണ്ട് വ്യക്തത, സാക്ഷ്യം, ദിശ, വികാരം, സ്വീകാര്യത, ഒഴുക്ക്, ഇങ്ങനെ രണ്ടിനെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധങ്ങളിലെ മുഴുവൻ കഷ്ടപ്പാടുകളും ഈ ആന്തരികമായ അസന്തുലിതാവസ്ഥയാണ്. നീ പൈശാചികമാണോ അല്ലയോ എന്നുള്ളതാണ് സത്യം. പക്ഷെ നീ പറയണത് എന്താണ്? നിന്റെ ഭർത്താവ് മോശമാണ്, നിന്റെ ഭാര്യ മോശമാണ്, നിന്റെ മക്കളും അല്ല. മക്കൾക്ക് അസുഖമാണ്. ഒന്നുമല്ല, നിങ്ങൾക്കാണ് അസുഖം. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല. നാളെ ആരും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മോശം എവിടെ നിന്നും ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലും മോശം എവിടെ നിന്നെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല, ഇനി തുറന്നു പറയാതിരിക്കാൻ പറ്റൂല, നിങ്ങൾക്കാണ് കുഴപ്പം. ഞാൻ ഇത്രയും നാളും പറഞ്ഞു വന്നതിന്റെ ഉൾ രഹസ്യം എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ ആ സത്യമായി നിങ്ങൾ മാറുന്നത് വരെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവും. കാരണം നീ വന്നത് തന്നെ സത്യമായി മാറാനാണ്. അല്ലാതെ എന്ത് ലക്ഷ്യമുണ്ടോ നിങ്ങളുടെ ജീവിതത്തിനുള്ളത്? അല്ലാതെ നിങ്ങൾക്ക് ഒരു ലക്ഷ്യം പറഞ്ഞു തരാൻ പറ്റുമോ? നിങ്ങൾ വലിയ ഗോളൊക്കെ എഴുതുന്ന ആൾക്കാരല്ലേ? അൾട്ടിമേറ്റ് ഗോൾ അതാണെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ സംസാരിച്ച് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? കാരണം നീ മരിച്ചൂലേ. അപ്പൊ പിന്നെ അൾട്ടിമേറ്റ് ഗോൾ മരണത്തിന് ശേഷമുള്ളതല്ലേ? അല്ലേ? നീ ഏത് മനഃശാസ്ത്രപരമായിട്ട് എടുത്തോ, ആത്മീയമായി എടുത്തോ, ശാരീരികമായി എടുത്തോ, എങ്ങനെ എടുത്താലും ഇത് തന്നെയാണ് സത്യം. വൈകാരികമായ അനുരണനമല്ല, നിഗൂഢമായ കൃത്യതയാണ്. നിഗൂഢമായ മിസ്റ്റിക് ആയിട്ടുള്ള, മിസ്റ്റീരിയസ് ആയിട്ടുള്ള കൃത്യതയാണ്.
ഇതങ്ങനെ ഓപ്പൺ ആയിട്ട് വാങ്ങാൻ കിട്ടുന്ന സാധനം അല്ലാതെ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഒരാള് ഒരു ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ ലോകത്ത് ആണ് പെണ്ണാകുന്നതും പെണ്ണാണാകുന്നതൊന്നും അവര് ബോധപൂർവം ചെയ്യുന്നതല്ല. നിങ്ങൾ വിചാരിക്കുന്ന അവർ കയ്യിലിരിപ്പ് കൊണ്ട് ചെയ്യുന്നതാണെന്നാണ്. ഒരിക്കലും കയ്യിലിരിപ്പ് കൊണ്ട് ചെയ്യുന്നതല്ല അത്. ചിലപ്പോ ഒരു 0.001% ഒക്കെ അങ്ങനെ ഉണ്ടാവാം. മറ്റതൊന്നും ബോധപൂർവം വേണമെന്ന് വെച്ച് ചെയ്യണതല്ല അത്. അവരാ സാഹചര്യത്തിലിട്ട് നയിക്കപ്പെടുകയാണ്. അവരാ അവര് പോലും അറിയാതെ ഫോഴ്സ്ഫുള്ളി അവരാ സാഹചര്യത്തിലിട്ട് നയിക്കപ്പെടുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മനുഷ്യ ശരീരം ഒരിക്കലും ഒരു പുരുഷനും സ്ത്രീയുമല്ല. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ ഒരു പ്രത്യുൽപാദനത്തിന് വേണ്ടി ഈ മനുഷ്യ പരമ്പരയെ എത്ര കാലം നിലനിർത്തണോ അതിനു വേണ്ടി മാത്രം വന്നിട്ടുള്ളൊരു സംഭവമാണത്. നിങ്ങളൊരു സ്ത്രീയോ പുരുഷനോ അല്ല സത്യത്തിൽ. അത് സന്തുലിതമായി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് സത്യത്തിലേട്ടുള്ള വിജയം. മറ്റ് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന വെറും പ്രത്യുൽപാദനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. കാരണം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആകെ സെക്സ് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. മനുഷ്യന്റെ അവസ്ഥ അതാണ്. ചെറിയ കുട്ടികളിൽ വരെ അതാണ് രൂപം കൊണ്ടിട്ടുള്ളത്. കാരണം ഈ ലവ്, ക്രഷ്, ഇത് അതൊക്കെ ആ ഒരു ഒരു ജസ്റ്റ് പുരുഷ സ്ത്രീ ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ് കേട്ടോ. അടയാളം. അപ്പൊ ആ പുരുഷ സ്ത്രീ അടയാളങ്ങൾ മാത്രമാണത്. സത്യത്തിൽ നിങ്ങളുടെ ഉള്ളില്, എല്ലാവരുടെയും ഉള്ളില് അവബോധത്തിന്റെ ഊർജമാണുള്ളത്. അത് നിങ്ങൾ എത്രത്തോളം ഡെവലപ്പ് ചെയ്തെടുക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ സത്യം ഉറങ്ങിക്കിടക്കുന്നത്. ഓരോ പുരുഷനും സ്ത്രീ ലിംഗം വഹിക്കുന്നുണ്ട്. അതായത് സ്ത്രീയുടെ അടയാളങ്ങൾ വഹിക്കുന്നുണ്ട്. ഓരോ സ്ത്രീയും പുരുഷ ലിംഗം വഹിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ പറയുന്ന അതല്ല, അടയാളം. അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എനർജി. ഇതിന് രണ്ടിനെയും ഉണർത്തിക്കൊണ്ട് വരണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരോ വന്ന് എട പിങ്കളാന്നൊക്കെ പറഞ്ഞപ്പോ കളിയാക്കിയമായിട്ട് ആൾക്കാർ കളിയാക്കും. ആ നാഡി ഇത് ചെയ്യണം. മനുഷ്യ ശരീരത്തിലെ ചില നാഡികൾ എന്ന് പറയുന്നത് മുടിനാരിഴയേക്കാൾ ലോലമാണ്. ഒരു മുടിനാരിഴയെ ലക്ഷങ്ങളായി ഭാഗിച്ചാൽ അതിന് അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലെ. ഒരിക്കലും പോസിറ്റീവ് നെഗറ്റീവ് അല്ല ഇത്. രണ്ടും ആവശ്യമാണ്. പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ട് നമ്മൾ നെഗറ്റീവിനെ ഒഴിവാക്കും. ഈ രണ്ട് ഊർജങ്ങളും ആവശ്യമാണ്. രണ്ടിനെയും, ഒരു ഊർജത്തിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ പാടില്ല. ഞാൻ ഇത്രയും നാൾ നിങ്ങളോട് പറഞ്ഞിരുന്നത് മനുഷ്യൻ മനുഷ്യന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കരുത് എന്നാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങളിലെ ഉള്ളിലുള്ള ആധിപത്യവും ഒരു ഊർജം മറ്റൊരു ഊർജത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ പാടില്ല. സമ്മതിക്കൂല അവൻ. അവന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. എന്നെ പരാജയപ്പെടുത്തുമോ ഇവൻ. ഇത്രയും നാൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൺട്രോൾ ചെയ്യരുത്.
നിങ്ങളുടെ ഭാര്യയെ കൺട്രോൾ ചെയ്യരുത്, ഭർത്താവിനെ കൺട്രോൾ ചെയ്യരുത്, നിങ്ങൾ അത് പൊസസീവ്നെസ് കൊണ്ടുവരരുത്. സ്നേഹം വേറെയാണ്, അറ്റാച്ച്മെന്റ് വേറെയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള സംഭവത്തെയാണ് പറഞ്ഞത്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഊർജം ആധിപത്യം സ്ഥാപിക്കുകയും മറ്റൊരു ഊർജം അടിച്ചമർത്തപ്പെടുകയും ചെയ്താൽ അപ്പൊ നിങ്ങൾക്ക് കഷ്ടപ്പാട് തുടങ്ങും. ശാരീരികപരമായ കഷ്ടപ്പാട്, മാനസികപരമായ കഷ്ടപ്പാട്, മക്കളിൽ നിന്ന്, എല്ലാവരിൽ നിന്നും. ഞാൻ ഈ പറയുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള രണ്ട് ഊർജത്തെ, ഈ സ്ത്രീ ഊർജത്തെ നിങ്ങൾ അടിച്ചമർത്തിയാൽ പുരുഷ ഊർജം ശക്തിപ്പെടുത്തിയാലും കഷ്ടപ്പാടുണ്ടാവും. ഈ രണ്ട് ഊർജത്തെയും നിങ്ങൾ ബാലൻസ് ചെയ്യാണ് വേണ്ടത്. ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ അടിച്ചമർത്തിയാൽ പ്രശ്നം ഉണ്ടാവും. ഒന്ന് ആധിപത്യം സ്ഥാപിക്കും ഉള്ളില്. അവിടെയാണ് സറണ്ടറിന്റെ തടസ്സം. അവിടെ നിങ്ങൾക്ക് സറണ്ടറിന് തടസ്സം ഉണ്ടാകും, സമർപ്പിക്കാൻ പറ്റൂല നിങ്ങൾക്ക്. അവിടെ നിങ്ങളുടെ ഈഗോ പ്രശ്നം ഉണ്ടാക്കും, ഉള്ളിലുള്ള ഈഗോ പ്രശ്നം ഉണ്ടാക്കും. മനുഷ്യന്റെ ഉള്ളിലുള്ള പുരുഷ ഊർജം പ്രതിനിധീകരിക്കുന്ന ദിശ, ഘടന, വ്യക്തത, പ്രവർത്തനം, സംരക്ഷണം, സാക്ഷ്യം. സാക്ഷിയൊക്കെ അതെല്ലാവരുടെയും ഉള്ളിലുണ്ട്. അപ്പൊ ഒരു പുരുഷന് രണ്ട് സ്ത്രീനെ കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്ത്രീ അല്ല വരേണ്ടത്, രണ്ട് സ്ത്രീ ബോധം ഉണർന്ന് ഒരു പുരുഷ ബോധത്തിലേക്ക് മാറുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ഇത് മനുഷ്യന്റെ ശരീരതത്വമല്ല. ശരീരതത്വത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുമ്പോ ഒരു പുരുഷന് രണ്ട് സ്ത്രീ ആവശ്യം വേണ്ടി വരും. മനുഷ്യന്റെ ആത്മീയത എന്ന് പറയുന്നത് ഒരിക്കലും ശരീരതത്വമല്ല, അത് ആത്മീയമാണ്. അത് ആത്മീയ ലെവലിൽ തന്നെ ചർച്ച ചെയ്യപ്പെടണം, ശരീരത്തിന്റെ ലെവലിലല്ല ചർച്ച ചെയ്യേണ്ടത്. പുരുഷ ഊർജം പ്രതിനിധീകരിക്കുന്ന ദിശ, ഘടന, വ്യക്തത, പ്രവർത്തനം, സംരക്ഷണം, സാക്ഷ്യം. അത് ഒരു ഒരു ആകാശ തത്വമാണ്. സ്ഥിരത, വിശാലത, നിരീക്ഷണം. നിങ്ങൾ അമിതമായ പുരുഷ ഊർജം നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വൈകാരികമായ അടിച്ചമർത്തലുണ്ടാവും, അതികഠിനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാവും, ഭയങ്കര കഠിനതയുണ്ടാവും, ഒരിക്കലും ചിരിക്കാൻ പറ്റൂല. വികാരങ്ങളിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു പോകും. ഒരു ഒരു കല്ലിന്റെ അവസ്ഥയായി പോവും. അതൊരിക്കലും ഒരു ഹ്യൂമന് പറഞ്ഞിട്ടുള്ള, ഹ്യൂമൻ ടെക്നോളജി പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല അത്. അതല്ല സമർപ്പണം, അതല്ല സറണ്ടർ. ഞാൻ നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഉള്ളിലുള്ള എനർജിയെ കുറിച്ചാണ്, വികാരങ്ങളല്ല, എനർജിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനപ്പുറത്ത് ഒരു സ്ത്രീ ഊർജമുണ്ട്. സ്ത്രീ ഊർജം അത് സ്വീകാര്യതയാണ്, അത് അവബോധമാണ്. മറ്റ് നിരീക്ഷകനായിരുന്നെങ്കിൽ സ്ത്രീ അവബോധമാണ്, സർഗാത്മകയാണ്, ഒഴുക്കാണ്, വികാരമാണ്, പരിപോഷണമാണ്. അതാണ് സ്ത്രീക്കാണ് ശക്തി കൂടുതൽ, സ്ത്രീക്കാണ് ശക്തി കൂടുതൽ എന്ന് പറയാറില്ലേ? സ്ത്രീയാണ് ശക്തി എന്ന് പറയൂലേ? സ്ത്രീയാണ് ശക്തി, ശിവൻ ശക്തി. അത് ഭൂമി തത്വമാണ്. ഭൂമി തത്വം സജീവം, ദ്രാവകം, ദ്രാവകാവസ്ഥയുള്ള പ്രതികരണ ശേഷിയുള്ളത്. ഇതും അമിതമാവാൻ പാടില്ല. സ്വീകാര്യതയും അവബോധവും സർഗാത്മകയും ഒഴുക്കും, ഇത് രണ്ടും ബാലൻസ് ആവണം. സ്ത്രീ ശക്തി അമിതമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വൈകാരികമായ ആധിപത്യം ഉണ്ടാവും. പെട്ടെന്ന് കരയും, പെട്ടെന്ന് കരയും. അതിരുകൾ ഉണ്ടാവില്ല, ഭയങ്കര ആശ്രിതത്വമായിരിക്കും. എല്ലാത്തിനും ആശ്രയിക്കുക, എല്ലാത്തിനും ആരെങ്കിലും സഹായം വേണം. മൊത്തം കുഴപ്പങ്ങള്. മൊത്തം, കാരണം പരിപോഷണമാണ് അവസ്ഥ. മൊത്തം കുഴപ്പം, എവിടെ നോക്കിയാലും കുഴപ്പം. ഈ ആന്തരികമായ കുഴപ്പങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലെ ബാഹ്യമായ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. ഈ അത് മാത്രമാണ്.
ആന്തരിക സംഘർഷം ബാഹ്യ ബന്ധങ്ങൾക്കും ബാഹ്യമായ എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ആന്തരിക പുരുഷത്വവും സ്ത്രീത്വവും തമ്മിലുള്ള സംഘർഷം ഒന്നൊന്നിനെ അടിച്ചമർത്തുമ്പോൾ നിങ്ങൾ പുറത്ത് പൂർത്തീകരണം തേടുവാണ്. പുറത്ത് പൂർത്തീകരണം ഒരു മണ്ണാങ്കട്ടയല്ല. ആർദ്രത പുരുഷനുമാണ് സ്ത്രീയുമാണ്. അത് രണ്ടും ബാലൻസിങ്ങിലൂടെ മാത്രമാണ് യഥാർത്ഥ ആർദ്രത വരുള്ളൂ. മറ്റത് ഓവറായി പോവും. ആരെയും കണ്ണടച്ച് വിശ്വസിക്കും. ആർക്കും പണം കൊടുക്കും, ലാസ്റ്റ് പെട്ടുപോകും. പൈസയൊന്നും തിരിച്ചു കിട്ടൂല. അവൻ വാങ്ങിയവൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആരെയും അത്ര വലിയ സത്യസന്ധനായും ഇതായിട്ട് നിനക്ക് കാശ് മേടിച്ചു അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുപോയി ലക്ഷങ്ങൾ തിരിച്ചു തരുന്ന ഒരാളെ ഒന്നും കിട്ടില്ല. വളരെ അപൂർവങ്ങളിൽ അപൂർവം. വളരെ അപൂർവങ്ങളിൽ അപൂർവം. നിങ്ങൾ ആർദ്രതയൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളോട് വന്ന് നാല് വർത്താനൊക്കെ പറഞ്ഞ് നിങ്ങളെ പൊന്നാണ് പൊരുളാണ് നിങ്ങളെല്ലാമാണ് എല്ലാം നിങ്ങളാണ് എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ പെട്ടുപോകും. പെട്ടുപോകും. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ചെലവഴിക്കേണ്ട നന്മയിലേക്ക് ചെലവഴിക്കേണ്ട സത്യത്തിലേക്ക് ചെലവഴിക്കേണ്ട പണം മറ്റുള്ളവർക്ക് തട്ടിക്കൊണ്ടു പോകും. ഇത് തന്നെയാണ് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. കടം വാങ്ങൽ മാത്രമല്ല, ആൾക്കാരുടെ പ്രശ്നം തീർക്കാൻ ആ പരിഹാരം ഈ പരിഹാരം മറ്റേ പരിഹാരം ഉള്ള മന്ത്രവാദം കൂടോത്രം ഉള്ള അത് ഇത് മോട്ടിവേഷൻ തെറാപ്പികൾ എല്ലാ സംവിധാനവും കൊണ്ടുപോകുന്നത് പണം ഊറ്റുന്ന ഇതിലേട്ടാണ്. നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി. ആ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? ഈ സത്യത്തിന് വേണ്ടിയായിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത്. അത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തോന്നുമ്പോഴാണ്. എനിക്ക് സമാനമുണ്ട്, ഞാൻ എൻ്റെ സമാനത്തിന് വിലയിടാൻ പറ്റൂല, അത് ഞാനാണ് കൊടുക്കേണ്ടത്. അതായത് പരിപൂർണ പങ്കാളികൾക്ക് പോലും ആന്തരികമായ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ആന്തരികമായ അസന്തുലിതാവസ്ഥ അവർ തമ്മിലൊക്കെ ഭയങ്കര സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടാവും. ഇവിടെയാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത്. നിങ്ങളുടെ ഉള്ളില് നിങ്ങൾ കല്യാണം കഴിക്കാതെ പുറത്ത് കല്യാണം കഴിച്ചിട്ട് ഒരു കാര്യമില്ലടോ. പവിത്രമായ ഒരു വിവാഹം നിങ്ങളുടെ ഉള്ളിൽ നടക്കണം. നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് ഉള്ളില് നിങ്ങളുടെ ഉള്ളിൽ ഒരു കല്യാണം നടക്കണം. അതാണ് ഏറ്റവും പവിത്രമായ നിങ്ങൾ സ്വർഗത്തിൽ കാണുന്ന വിവാഹം. പവിത്രമായ അതാണ് ഏറ്റവും വലിയ ഏറ്റവും സുന്ദരമായ വിവാഹം എന്ന് പറയും അതിന്. നിങ്ങളുടെ ഉള്ളിലുള്ള റസൂലിയത്ത് വിവാഹം കഴിക്കണം അവിടെ. ആ വിവാഹം നിങ്ങൾ കാണണം. നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവീകത ആ പവിത്രമായ ആന്തരിക വിവാഹം. യഥാർത്ഥ മനപ്പൊരുത്തം എന്ന് പറഞ്ഞാൽ അതാണ്. ശിവശക്തി. ലവ് യു ടു. ലവ് യു ടു. ഇതാരാണ് ഇതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് ഈ സ്ക്രീൻ ഷെയറിങ്ങും? ഉം. ഉം.
അവിടെ എല്ലാം പറഞ്ഞത് നിങ്ങള് ചന്ദ്രനെ രണ്ടാക്കി പിളർത്തി സൂര്യനെ, ആ കല്യാണമാണത്. സാക്ഷി ഹൃദയം, ശിവശക്തി, ക്രിസ്തു സോഫിയ, സൂര്യൻ ചന്ദ്രൻ, സാക്ഷി ഹൃദയം. ഈ ആന്തരികമായ വിവാഹം നിങ്ങൾക്ക് യാതൊരു ആശ്രിതത്വമില്ലാത്ത സമാധാനത്തെ നൽകും, ഭയമില്ലാത്ത സ്നേഹത്തെ നൽകും, ആധിപത്യമില്ലാത്ത അതിഭയങ്കരമായ ശക്തിയെ നൽകും, ബലഹീനതയില്ലാത്ത മൃദുത്വം നിങ്ങൾക്ക് നൽകും. മനസ്സിലായില്ലേ? ആ കല്യാണത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ നിങ്ങൾ വിളിക്കുക. ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ആ കല്യാണത്തിന്. ഈ പ്രപഞ്ച ശക്തികൾ മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ഇന്ന് തന്നെ കല്യാണം അങ്ങ് നടത്തുക. ഇതിനെയൊക്കെയാണ് ഈ ഫ്ലെയിം ഫ്ലെയിം എന്നൊക്കെ പറഞ്ഞൊക്കെ കൊണ്ടുപോണത്. മനസ്സിലാവൂല അവർക്കൊന്നും ഇത്. അവര് വേറെ രണ്ടിടത്താ അത് തേടണേ. മനസ്സിലായില്ലേ? നിങ്ങൾ അതിൻ്റെ ഒന്നും പുറകെ പോവല്ലേ. നിങ്ങളുടെ ഉള്ളിലുള്ളതാക്ക്. പുറത്ത് ഫ്ലെയിമൊന്നും ഇല്ല. മാങ്ങാത്തൊലി. ഈ ആന്തരികമായ നിങ്ങളുടെ ആ യോജിപ്പ് വന്നു നടന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരു സമാധാനത്തിന് ഒന്നിനെ നിങ്ങൾ ആശ്രയിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ഭയമില്ലാത്ത സ്നേഹം ഉണ്ടാവും. കാരണം എന്നെ ആരെങ്കിലും വിട്ടിട്ട് പോകുമോ, എന്നെ ഏതെങ്കിലും തെണ്ടി ഉപേക്ഷിക്കുമോ, എന്നെ ഏതെങ്കിലും തെണ്ടി നോക്കാതിരിക്കുമോ എന്നൊന്നുമുള്ള ഒരു ഇതുണ്ടാവില്ല. വയസ്സാവുമ്പോ ആര് നോക്കും? ഒന്നും ആരും നോക്കണ്ടോ? അവിടെ നിങ്ങളൊരു ഒരാനന്ദത്തിലായിരിക്കും. ഒരാനന്ദം, ഭയമില്ലാത്ത ഒരു സ്നേഹം, ആധിപത്യമില്ലാത്ത സൂപ്പർ പവർ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഒരു ബലഹീനതയും ഇല്ലാത്ത മൃദുത്വം. നിങ്ങൾക്ക് എല്ലാവരോടും സ്നേഹമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ബലഹീനതയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഭയങ്കര പവർഫുൾ ആയിരിക്കും. എല്ലാവരോടും സ്നേഹമായിരിക്കും എന്ന് വെച്ചോണ്ട് ഒരു ബലഹീനത കൊണ്ടുള്ള മൃദുത്വം അല്ല. മനസ്സിലായില്ലേ? ബാഹ്യബന്ധങ്ങളൊക്കെ അതൊക്കെ ഐച്ഛികമായി മാറും. അത് ആവശ്യമില്ലാത്തതായി മാറും. തന്നെ അതൊക്കെ ശരിയായിക്കോളും. ആന്തരികമായ ഐക്യം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. ഒക്കെ തന്നെ മാറും. ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഈ ഹസ്ബൻഡും ഭാര്യയും തമ്മിലുള്ള അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് ഉണ്ട് താനും. നിങ്ങളുടെ മുകളിലുള്ള ആകാശം, നിങ്ങളുടെ മുകളിലുള്ള ഭൂമി, പുരുഷ നിരീക്ഷണവും സ്ത്രീ അവബോധവുമായിട്ടുള്ള ആ നിങ്ങളുടെ താഴെയുള്ള ഭൂമിയും ആ ആകാശവും നിങ്ങളുടെ ഉള്ളിൽ തന്നെ. ആകാശം താഴേക്ക് ഇറങ്ങി വരുന്നതും ഭൂമി ഉയർന്നതും ആയി നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് അത് യോജിക്കുകയാണത്. ഇത് രണ്ടും ഒന്നാകുമ്പോൾ നിങ്ങൾ പിന്തുടരുന്നത് നിർത്തും. നിങ്ങൾ പിന്നെ ആരെയും പിന്തുടരൂല. നിങ്ങൾ പറ്റി പിടിക്കുന്ന എവിടെയെങ്കിലൊക്കെ പോയി പറ്റി പിടിച്ച് നിൽക്കൂലേ, അത് നിങ്ങൾ നിർത്തും. നിങ്ങൾ തെളിയിക്കുന്നത് ഞാൻ വലിയ പുള്ളിയാണ്ട, ഞാൻ വലിയ അറിവുള്ള ആളാണ്, ഒന്നുമില്ല, തെളിയിക്കുന്നത് നിർത്തും. നിങ്ങളുടെ ആവശ്യങ്ങളുണ്ടല്ലോ, എനിക്ക് ആവശ്യം, എന്നെ ആവശ്യം, മറ്റേ ആവശ്യം, അതൊക്കെ നിങ്ങൾ നിർത്തും. സ്നേഹപ്രകടനമായി മാറും. സ്നേഹം 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 തനിയെ വരുന്നതായി മാറും. നിരാശ ഉണ്ടാവില്ല. ബന്ധം എന്നത് പങ്കുവെക്കലായി മാറും. എന്ത് കിട്ടിയാലും പങ്കുവെക്കുക. നായയ്ക്കും പട്ടിക്കും പൂച്ചയ്ക്കും മനുഷ്യനും എല്ലാവർക്കും. അതാണ് ബന്ധം. അത് മാത്രമേ ബന്ധമുള്ളൂ. പങ്കുവെക്കൽ. ബന്ധം പങ്കുവെക്കലായി മാറും. അതിജീവനമല്ല. അതിജീവനമല്ല ബന്ധം. നിങ്ങൾ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ്.
നിങ്ങളുടെ മക്കളുടെ ഒപ്പം, നിങ്ങളുടെ കുടുംബക്കാരുടെ ഒപ്പം, നിങ്ങളുടെ ഭാര്യയുടെ ഭർത്താവിന്റെ ഒപ്പം നിങ്ങൾ അതിജീവനമല്ല ബന്ധം, പങ്കുവെക്കലാണ്. ഏറ്റവും ആഴമേറിയ ഐക്യം മറ്റൊരു ശരീരവുമായിട്ടല്ല കേട്ടോ. അല്ല, ഒരിക്കലും അല്ല കേട്ടോ. നിങ്ങളുടെ സ്വന്തം അസ്തിത്വത്തിനുള്ളിലെ അവബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യമാണ് കേട്ടോ. ഒരിക്കലും ഒരിക്കലും ലോകത്തിലെ ഏറ്റവും വലിയ ഐക്യം എന്ന് പറയുന്നത് മറ്റൊരു ശരീരമായിട്ട് ഉണ്ടാകേണ്ടതല്ല. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ സ്വന്തം അസ്തിത്വത്തിന്റെ അവബോധത്തിന്റെയും സ്നേഹത്തിന്റെയും ഇടയിലുള്ള പവിത്രമായ ഐക്യമാണ്. അത് മാത്രമാണ് സത്യം. അതാണ് ഈശ്വരനിലേക്കുള്ള പാത. അതാണ് സത്യപാത. ആ ഒരു പാതയേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ആ സന്ധിയില്ലാത്ത സമരമൊക്കെ അങ്ങ് നിർത്തണം കേട്ടോ. മരണം വരെയും സമരം ചെയ്യും എന്ന് പറഞ്ഞുള്ള ആ സമരം ഉണ്ടല്ലോ. ഉം. കേട്ടോ, ആ സമരത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം. നീ ഒന്നും ഒരിക്കലും ചൊവ്വാവാനുള്ളതല്ല. ആ സമരം എന്ന് നിർത്തണോ അന്ന് രക്ഷപ്പെടും. മനസ്സിലായില്ലേ? അതോടുകൂടി രക്ഷപ്പെടും. ലോകം അവസാനിച്ചോട്ടെ, എല്ലാം പൊക്കോട്ടെ, നിങ്ങളുണ്ടല്ലോ ഹാപ്പി. അപ്പൊ എൻഗേജ്മെന്റ് ഞാൻ നടത്തിയിട്ടുണ്ട്, കല്യാണം നിങ്ങൾ നടത്തിക്കോ. ഓക്കെ. എൻഗേജ്മെന്റ് ഞാൻ നടത്തിയിട്ടുണ്ട്, കല്യാണം